തൃശൂർ പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം നട തുറന്ന പൂരവിളംബരം. നെയ്തലക്കാവിലമ്മയുടെ പൂരവിളംബരത്തിന് സാക്ഷികളായി ആരവങ്ങളുടെ ആയിരങ്ങൾ. പൂരവിളംബരത്തെ ആവേശത്താൽ വരവേൽക്കുന്ന നിമിഷങ്ങളായിരുന്നു പൂരവിളംബര ദിനം സാക്ഷിയായത്. ഭക്തിയും പൂരാവേശവും ഇഴചേർന്ന നിമിഷങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു പൂരവിളംബര ചടങ്ങ്. തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി തെക്കേ ഗോപുരനട തുറന്ന നെയ്തലക്കാവിലമ്മ പൂരവിളംബരം നടത്തി. ഗജവീരൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി. പൂരദിനത്തിൽ ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവിനും മറ്റു ദേവീദേവന്മാർക്കുമായാണ് തലേനാളിലെ പൂരവിളംബര ചടങ്ങ്. വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷമാണ് നെയ്തലക്കാവിലമ്മ ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി തെക്കേ ഗോപുരനടയിൽ എഴുന്നള്ളിയത്. കനത്ത ചൂടിനെയും അവഗണിച്ച പൂരവിളംബരം കാണാൻ ആയിരങ്ങളാണ് തെക്കേ ഗോപുരനടയിൽ കാത്തുനിന്നത്. പൂരവിളംബരത്തെ തിങ്ങി നിറഞ്ഞ ആയിരങ്ങൾ ആരവങ്ങളോടെ വരവേറ്റു. പൂരവിളംബരത്തെ തുടർന്ന് മണികണ്ഠനാലിൽ കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച മേളം അരങ്ങേറി. തുടർന്ന് പടിഞ്ഞാറേ ഗോപുര നടവഴി നെയ്തലക്കാവിലമ്മ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവയ്ക്കു ശേഷം തെക്കേ ഗോപുരനട തള്ളി തുറന്നു. തുടർന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെത്തിയ ഭഗവതി നിലപാട് തറയിൽ കയറി നിന്നു. തുടർന്ന് മാരാർ 3 തവണ ശംഖുനാഥം മുഴക്കിയതോടെ പൂരവിളംബരം പൂർത്തിയായി.